മീറ്റിങ്ങുകൾ ഒരുപാട് നടന്ന് പക്ഷെ ഒന്നും തീരുമാനമായില്ല. വീണ്ടും മീറ്റിംഗ് നടന്നു, തീരുമാനമായില്ല. അങ്ങനെ നടന്ന് അവസാനത്തെ മീറ്റിങ്ങിൽ ഒരു തീരുമാനം വന്നിട്ടുണ്ട് കേട്ടോ. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫെബ്രുവരി 5-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത്. അതിന് മുമ്പ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, നോട്ടിഫിക്കേഷൻ കൂടെ എനേബിൾ ചെയ്യുക. വീഡിയോ ഫുള്ള് കാണും കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇപ്രാവശ്യത്തെ ISL ആകെ തുമ്പില്ലാത്ത പോലെയായിരുന്നു. കാരണം ഓഗസ്റ്റ് സെപ്റ്റംബർ സ്റ്റാർട്ട് ചെയ്യേണ്ട കളി ഡിസംബർ ആയിട്ടും കൂടി ക്രിസ്മസും കഴിഞ്ഞ് ന്യൂ ഇയർ എത്തി, പക്ഷേ ISL സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു തുമ്പില്ലാത്ത പോലെ കടന്നു പോകുന്ന ഈ ഒരു സാഹചര്യത്തിൽ പെട്ടെന്നാണ് ഈ ഒരു വാർത്ത വന്നിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ ഫെബ്രുവരി 5-ന് ISL സ്റ്റാർട്ടാക്കും. ഇവർ വലിയൊരു പ്ലാനാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ കൂടിയിട്ട് ഓരോ മെയിനായിട്ടുള്ള പ്ലാന് അല്ലെങ്കിൽ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത 20 വർഷത്തേക്കുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടെന്നാണ് ഇവർ പറയുന്നത്. ഒരു കഴിഞ്ഞ കൊല്ലം പ്ലാൻ ചെയ്തിട്ട് ഈ കൊല്ലത്തേക്കുള്ള ലീഗ് നടത്താൻ വരെ പ്ലാനിങ് എങ്ങനെയെന്ന് പറ്റിയില്ല. പിന്നെ എങ്ങനെയാണ് ഒരു 20 വർഷത്തെ പ്ലാനിങ് എന്ന് മനസ്സിലാവില്ല. കാരണം അത്രയും ദയനീയ സാഹചര്യത്തിൽ കൂടെയാണ് ഇന്ത്യൻ ഫുട്ബോൾ കടന്നു പോകുന്നത്. ഏതായാലും നല്ലതിനാട്ടെ എന്ന് പറയാനുള്ളൂ. കാര്യങ്ങൾ നല്ല രീതിയിൽ നടക്കട്ടെ, അതുകൊണ്ടല്ലോ ഇപ്പോൾ കാര്യമുള്ളൂ. അപ്പോൾ ഇവരെ ഈ ഒരു 20 വർഷത്തെ പ്ലാൻ അനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ്, ചെന്നൈ, ഗോവ, മുംബൈ ഏതൊക്കെ ടീമുകൾ ISL കളിക്കുന്നുണ്ടോ ഓരൊക്കെ 1 കോടി ഒരു വർഷം AFFന് അടച്ചു കൊടുക്കണം. കളിയിൽ പാർട്ടിസിപ്പേഷൻ ചെയ്യണമെങ്കിൽ 1 CR ഓരോ ക്ലബ്ബും കൊടുക്കണം. അപ്പോൾ നമുക്കെന്താ വരുമാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ 50% ക്ലബ്ബുകൾക്ക് കിട്ടും. അതായത് ബ്ലാസ്റ്റേഴ്സോ, ചെന്നൈയോ, ഗോവയോ ഏതൊക്കെ ക്ലബ്ബുണ്ടോ 1 കോടി അടിച്ചിട്ടുള്ള ആരൊക്കെ ഉണ്ടോ അവർക്ക് 50% ലാഭവിഹിതം കിട്ടും. 30% കൊമേഴ്ഷ്യൽ പാർട്ട്നേഴ്സിനും കിട്ടും. 10% AFFനും കിട്ടും. അപ്പം അങ്ങനെയാണ് കണക്ക് ലാഭത്തിൻ്റെ. എന്നാണ് ഇതിൻ്റെ ഭാവിയിലെ പ്ലാനിങ് എന്ന് അത് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് തരാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒന്ന് 50-50 ആയിട്ടുള്ളൂ. ഇനി ഒരു 50 കൂടി നടക്കാണ്ട്. ഈ പ്ലാൻ അനുസരിച്ച് മറ്റുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം തരുമോ, ജൂണിലാണ് കളി സ്റ്റാർട്ട് ചെയ്യുക. ജൂണിൽ കളി സ്റ്റാർട്ട് ചെയ്തിട്ട് അടുത്ത വർഷം മെയ് വരെ നീളും. അതായത് ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഏകദേശം ഒരു വർഷത്തിൻ്റെ അടുത്ത് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും അതിൻ്റെ അടുത്ത് അത്ര വരെ ഈ ഒരു ലീഗ് ഭാവിയിൽ 20 വർഷത്തെ ISL നീണ്ടു നിൽക്കുന്നതാണ് ഇപ്പോൾ പുതിയ പ്ലാനും കാര്യങ്ങളൊക്കെ. ഇനി എങ്ങനെ സംഭവിക്കാമെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഈ ഒരു പ്ലാൻ അനുസരിച്ച് ഇത്രയും വർഷം നീണ്ടു നിൽക്കുമ്പോൾ കുറച്ച് ടീമുകൾ ISL റെലഗേഷൻ നേരിടും. കാരണം പോയിന്റ്സ് ടേബിളിലെ ലാസ്റ്റിൽ വരുന്ന 1-2 ടീമുകൾ ചിലപ്പോൾ തട്ടും അടുത്ത സീസണിൽ, ഓരോ തരം താഴ്ത്തും. അതേപോലെ തന്നെ മറ്റുള്ള ലീഗ് I ലീഗ് മിക്കവാറും അതിന് ടോപ്പിൽ വരുന്ന 2 ടീം ഇതിക്കും വരും. അങ്ങനത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ നടക്കില്ല എന്നൊന്നും അറിയില്ല. എന്തായാലും ISL ഫെബ്രുവരി 5-ാം തീയതി തുടങ്ങാനുള്ള കാര്യം അത് നല്ലൊരു ഇതാണ്. ആ ഒരു ഇത് നടക്കട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത്. പിന്നെ ഇതുകൊണ്ടൊക്കെ വേറെ കുറേ പ്രശ്നങ്ങളുണ്ട്, അത് വേറെ കാര്യം. കാരണം എന്താ പറയുക, ഇപ്പം തന്നെ ഗോവൻ്റെ മിഡ്ഫീൽഡറായിട്ടുള്ള ബോർജ ഹെരേര ടീം വിട്ടു. ജനുവരി ട്രാൻസ്ഫറിൽ ടീം വിട്ടു എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ വരുന്ന വാർത്തകൾ. കുറേ ആൾക്കാരെ പ്ലേയേഴ്സിനൊക്കെ സൈൻ ചെയ്തിട്ടുണ്ട്. അവരൊക്കെ എന്താ പറയുക, അവർക്ക് കളിക്കാനുള്ള മൂഡ് പോയിട്ടുണ്ടാവും. ഓരോ നാട്ടിലാവും. പിന്നെന്താണെന്ന് വെച്ചാൽ ഈ ജൂണിലൊക്കെ സ്റ്റാർട്ടാക്കുമ്പോൾ വേറെ പ്രശ്നങ്ങൾ എന്താ വെച്ചാൽ ഈ മഴ സീസണാണ്. ഈ മഴത്തെ എങ്ങനെ ഗ്രൗണ്ടിൽ കളി നടക്കുമ്പോഴുള്ള അവസ്ഥ നിങ്ങൾക്ക് അറിയേണ്ടതാണ്. ബോൾ പിച്ച് ചെയ്യില്ല, അതാണ് മറ്റേ കുറേ പ്രശ്നങ്ങൾ. പിന്നെ വേനൽക്കാലത്ത് കളി വെക്കുമ്പോൾ അതിന് അതൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ട് ഇതിൽ. എന്തായാലും ഇതിനുള്ളൊരു ഇത് കണ്ടിട്ടുണ്ടാവും, അല്ലാതെ ഇപ്പോൾ ഒന്നും ചെയ്യില്ലല്ലോ. എന്തായാലും അത്രയും കാര്യങ്ങൾ പ്ലാൻ ചെയ്യാറുണ്ട് ആൾക്കാരാവുമല്ലോ ഇതിൻ്റെ തലപ്പത്തിരിക്കുക. അപ്പോൾ ഓരെന്തെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടാവും.